ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ബൈസെക്ടേഴ്സ് അഥവാ സമഭാജികൾ എന്ന ചാപ്റ്ററിലെ 4ാമത്തെ പാർട്ടാണ്. അതായത് പേജ് നമ്പർ 111-ലെ 2ഉം 4ഉം 6ഉം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 1ഉം 3ഉം 5ഉം ചെയ്തിരുന്നു. അത് വരയ്ക്കാനുള്ളതായിരുന്നുകൊണ്ട് അതൊന്നിച്ച് നമ്മൾ ചെയ്തു. ഇനി ഇവിടെ 2ാമത്തെ ചോദ്യം ഇതാണ്. The picture shows the quadrilateral formed by joining the midpoints of a rectangle. ഈ ചോദ്യത്തിൽ 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട്, are the diagonals of this quadrilateral parallel to the sides of the rectangle? Why? രണ്ടാമത്തെ പാർട്ട്, is this quadrilateral a rhombus? Why? ചിത്രത്തിൽ ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഈ ചതുർഭുജത്തിന്റെ വികരണങ്ങൾ ചതുരത്തിന്റെ വശങ്ങൾക്ക് സമാന്തരമാണോ? എന്തുകൊണ്ട്? അതാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത്, ഈ ചതുർഭുജം സമഭുജ സാമാന്തരികം ആണോ? എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഫിഗറിന് നമ്മൾ ഇങ്ങനെയുള്ള തെളിയിക്കാനുള്ള ചോദ്യങ്ങൾ കിട്ടുമ്പോൾ പേര് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്സ് എഴുതാൻ എളുപ്പമാണ്. ഞാൻ ഈ ചതുരത്തിന് PQRS എന്ന് പേര് കൊടുക്കുകയാണ്. റെക്റ്റാങ്കിളിന്റെ പേരാണ് PQRS. അതിലെ മിഡ് പോയിന്റ്സ്, PQന്റെ മിഡ് പോയിന്റ് A, QR മിഡ് പോയിന്റ് B, RSന്റെ മിഡ് പോയിന്റ് C, PSന്റെ മിഡ് പോയിന്റ് D എന്ന് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം തെളിയിക്കേണ്ടത്, ഈ റെഡ് കളറിലെ ചതുർഭുജത്തിന്റെ ഡയഗണൽസ് വരയ്ക്കാം. ഡയഗണൽസ് ഈ ചതുരത്തിന്റെ, അതായത് റെക്റ്റാങ്കിളിന്റെ സൈഡ്സിന് പാരലലാണ്, സമാന്തരമാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ ഡയഗണൽസ് വരയ്ക്കാം. ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ഡയഗണൽസ് ആണ്. നമുക്കതിലെ ആദ്യത്തെ ഡയഗണൽ, അതായത് A മുതൽ C വരെയുള്ള AC എന്ന ഡയഗണലിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. ഈ A ആരാണ്? PQന്റെ മിഡ് പോയിന്റ് ആണ്. ആണല്ലോ. C ആരാണ്? SRന്റെ മിഡ് പോയിന്റ് ആണ്. പിന്നെ നമുക്കറിയാവുന്ന എന്താണ്? PQRS ഒരു റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ അഥവാ ചതുരത്തിന്റെ പ്രത്യേകത എന്താ? അതിന്റെ എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അതായത് PS QR പാരലലാണ്, സമാന്തരമാണ്. നമുക്കിവിടെ ഈക്വൽ എന്നുള്ള പ്രോപ്പർട്ടിയെക്കാളും അത്യാവശ്യം ഈ ഒന്നാമത്തെ പാർട്ട് പാരലാണോ എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്, സമാന്തരമാണോ എന്നാണല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സമാന്തരമാണെന്നുള്ള കണ്ടീഷൻസ് എടുത്ത് നമുക്ക് പോവാം. അപ്പൊ ആദ്യം എന്താണ്? A is a മിഡ് പോയിന്റ് ഓഫ് PQ ആണല്ലോ. PQവിന്റെ മധ്യബിന്ദു ആണ് A. നമ്മൾ AC എന്ന ഡയഗണലാണ് എടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് C ആരുടെ മിഡ് പോയിന്റാ? C is the midpoint of SR. SRന്റെ മധ്യബിന്ദു ആണ് C. ഇനി നമുക്കറിയാവുന്നത് PQRS ഒരു ചതുരമാണ്. PQRS is a rectangle. ചതുരമാകുമ്പോ എന്താണ്? PS പാരലൽ ടു QR ആണ്. PS പാരലൽ ടു QR, പാരലലിന്റെ സിമ്പൽ ആണ് ഇത്. PS സമാന്തരമാണ് ആർക്ക്? QRന് അല്ലെ. അപ്പൊ ഈ 2 കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? ഈ മധ്യബിന്ദുക്കളായി ജോയിൻ ചെയ്യുന്ന ഈ AC എന്ന വരയും ഈ PSനും QRനും സമാന്തരമാണ്. അപ്പൊ എന്തെഴുതാം? therefore AC is parallel to ആർക്കൊക്കെ? PS ആൻഡ് QR. AC PSനും QRനും സമാന്തരമാണ്. എഴുതാവല്ലോ. ഇനി അതുപോലെ BD എന്ന ഡയഗണൽ എടുക്കാം. BD കണ്ടല്ലോ, അതായത് ഇങ്ങനെ ലംബമായിട്ടിരിക്കുന്ന നീല കളറിലെ ഡയഗണൽ വികരണം. അപ്പൊ B ആരാണ്? B എന്ന് പറയുന്ന QRന്റെ മിഡ് പോയിന്റ് ആണ്. ഡിയോ PSന്റെ മിഡ് പോയിന്റ്. ഇനി അത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് ആർക്കൊക്കെ പാരലായി വന്നോളും?
പി ക്യൂവിനും എസ് ആറിനും പാരലായിരിക്കും. കാരണം പി ക്യൂവും എസ് ആറും, അതായത് ഈ ചതുരത്തിന്റെ രണ്ട് വശങ്ങളാണ് ഈ പി ക്യൂവും ഈ എസ് ആറും. അവ രണ്ടും പാരലാണ്. കാരണം ചതുരത്തിന്റെ പ്രോപ്പർട്ടി അങ്ങനെയാണ്. അതുകൊണ്ട് അതിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ വരയും അതിന് സമാന്തരമായിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ സ്റ്റെപ്പ് എഴുതുക. ബി is the midpoint of QR. D is the midpoint of PS. ന്റെ മധ്യബിന്ദുവാണ് D. പിന്നെ നമുക്കറിയാവുന്നത് പി ക്യു ആർ എസ് റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് എന്തെഴുതാം? റെക്റ്റാങ്കിൾ ആയതുകൊണ്ട്, ചതുരമായതുകൊണ്ട് പി ക്യു പാരലൽ ടു എസ് ആർ. ഈ വശങ്ങളാണല്ലോ സമാന്തരം. പി ക്യു സമാന്തരമാണ് എസ് ആറിന്. അതുകൊണ്ട് എന്തെഴുതാം? BD is parallel to PQ and SR. BD PQവിനും SRനും സമാന്തരമാണ്. ഇപ്പോൾ ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ ആണ് ഇത്. ഇനി രണ്ടാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ചതുർഭുജം, അതായത് ഈ ചുമന്ന കളറിലെ ഈ ചതുർഭുജം ഒരു സമഭുജ സമാന്തരികമാണോ? ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു റോംബസ് ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ ഡയഗണൽസ് AC-യും BD-യും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ ABCD ഒരു റോംബസ് ആയിക്കോളും. ഈ രണ്ട് നീല കളറിലെ വികരണങ്ങൾ ലംബ സമഭാജികളാണെങ്കിൽ ഈ ABCD എന്ന ചുവന്ന കളറിൽ വരച്ചിരിക്കുന്ന ചതുർഭുജം ഒരു സമഭുജ സമാന്തരികമായിക്കോളും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് we need to prove that AC and BD are perpendicular bisectors. അപ്പോൾ അതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി എന്ന് നമ്മൾ തെളിയിക്കണം. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ലംബവും സമഭാജിയും അല്ലെ. പെർപെൻഡിക്കുലറും പ്രൂവ് ചെയ്യണം, ബൈസെക്ടർ ആണെന്നും പ്രൂവ് ചെയ്യണം, ലംബമാണെന്നും പ്രൂവ് ചെയ്യണം, സമഭാജിയാണെന്നും പ്രൂവ് ചെയ്യണം. ആദ്യം നമുക്ക് ലംബമാണെന്ന് പ്രൂവ് ചെയ്യാം. ഇവിടെ നമുക്കറിയാം PQRS ഒരു റെക്റ്റാങ്കിൾ ആണ്, ഒരു ചതുരമാണ്. അപ്പോൾ അതിന്റെ ഈ മൂല എന്താണേലും 90 ഡിഗ്രിയാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് ആൻസർ എന്താ പ്രൂവ് ചെയ്ത്? ഈ AC PS-ന് സമാന്തരമാണ് എന്നും പ്രൂവ് ചെയ്തു ആണല്ലോ. അതേപോലെ PQന് സമാന്തരമാണ് BD എന്നും പഠിച്ചു. അപ്പൊ സമാന്തര വരകളുടെ പ്രത്യേകതകളാണ് അപ്പൊ നമ്മൾ അവിടെ ആലോചിക്കേണ്ടത്. രണ്ട് സമാന്തര വരകൾ ഇവിടെ ലംബമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ 90 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇവിടെ 90 ആണെങ്കിൽ അതേ അളവ് തന്നെയായിരിക്കും ഇവിടെയും ഇവിടെയും. ഇതുമൊക്കെ 90 ആണ് അല്ലെ. ഈ കോണിന്റെ അതേ അളവ് തന്നെയായിരിക്കും ഇവിടെയും ഇവിടെയും ഇവിടെയും. അതേപോലെ ഇവിടെ 90 ആണെങ്കിൽ ഇതും 90 ആയിരിക്കും, കാരണം ഇതൊരു നേർവരയാണ്. അപ്പൊ ഇതെല്ലാം 90 ആണല്ലോ. മനസ്സിലായോ? ഇനി ഇവിടെ എടുത്താലും 90 തന്നെയല്ലേ, കാരണം ഇതൊരു നേർവരയാണ്. ഈ കോണുകളെല്ലാം 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും സമാന്തരമാണ്, ഇത് രണ്ടും സമാന്തരമാണ്. അപ്പൊ ഈ കോണ് 90 ആയതുകൊണ്ട് ഇതും 90 അല്ലേ. ഇനി അതിന്റെ നേരെ എതിരെ കിടക്കുന്ന ഇതും 90 ആണ്, ഇതും 90 ആണ്, കാരണം ഇതൊരു നേർരേഖയാണ്, ഡയഗണലാണ്. അപ്പൊ ഇതും 90 ആണ്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഒന്നാമത്തെ പെർപെൻഡിക്കുലർ അഥവാ ലംബം എന്നുള്ള പാർട്ട് നമുക്ക് ഈ സമാന്തര വരകളിൽ നിന്ന് എഴുതാവില്ല. അതായത് ഒന്നാമത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഇവ PS-ഉം AC-യും സമാന്തരമാണ്, അതേപോലെ PQവും BD-യും സമാന്തരമാണ്. നമുക്ക് അതിൽ നിന്ന് ആദ്യത്തെ പാർട്ട് എഴുതാം. PS സമാന്തരം ആണ്, പാരലൽ ആണെന്നുള്ള ചിഹ്നം ഇതാണല്ലോ. PS AC-ക്ക് സമാന്തരമാണ്, അതേപോലെ QR-നും സമാന്തരമാണ്. PS
സമാന്തരമാണ് AC, സമാന്തരമാണ് QR. ഇങ്ങനെ കിടക്കുന്ന 3 വരകൾ, ഇത് ഇത് ഇത്, ഈ 3 വരകൾ. ഇനി നമുക്ക് ഇങ്ങനെ ലംബമായിട്ടുള്ളത് ഇത് ഇത് ഇത്, ഈ 3 എടുക്കാം. അപ്പം എന്തെഴുതാം? PQ പാരലൽ ടു BD പാരലൽ ടു SR. PQ സമാന്തരമാണ് BD സമാന്തരമാണ് SR. അപ്പോൾ ഈ കോണുകളെല്ലാം ലംബമാണ്. പിന്നെന്താണ്? ഈ കോൺ P എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാരണം എന്താ? കോൺ P 90 ആയത് എങ്ങനെ? കോൺ P മാത്രമല്ല, Qവും Rഉം Sഉം എല്ലാം 90ആണ്. ഞാൻ ഒരെണ്ണം മാത്രമേ എഴുതുന്നുള്ളൂ. കാരണം എന്താ? PQRS ഇസ് എ റെക്റ്റാങ്കിൾ. കോൺ P 90 ഡിഗ്രിയാണ്. കാരണം PQRS ഒരു ചതുരമാണ്. അപ്പൊ ഈ 2 കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? AC is perpendicular to BD എന്നെഴുതാം. ഒന്നാമത്തെ പാർട്ട് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് AC BDക്ക് ലംബമാണ്. ലംബം എന്നുള്ള പ്രൂവ് ചെയ്തു. ഇനി സമഭാജിയാകണം, അതും കൂടെ പ്രൂവ് ചെയ്യണം. ഇനി ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ M എന്നെടുത്തു കഴിഞ്ഞാൽ PAMD എന്നുള്ള ഒരു ഇത് കിട്ടിയല്ലോ. അവിടെ ഈ കോൺ 90 ആണല്ലോ അല്ലേ? ഇത് 90 ഇതും 90. പിന്നെ നമുക്ക് കിട്ടിയത് എന്താ? PDAMന് സമാന്തരമാണെന്നും കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? PAMD ഒരു ചതുരമാണെന്ന് എഴുതാം, ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് കിട്ടി. ഒരു റെക്റ്റാങ്കിളിന്റെ എതിർവശങ്ങൾ തുല്യമാണ് അല്ലെ? പിന്നെ നമുക്ക് എന്താ? D മിഡ് പോയിന്റ് ആണല്ലോ. അപ്പൊ PDയും DS തുല്യമാണല്ലോ. അപ്പൊ DS എന്ന് പറയുന്നത് ഈ DSCM എന്നുള്ളത് ഒരു റെക്റ്റാങ്കിൾ ആണല്ലോ. കാരണം ഈ കോണും ഇത് 90, ഇത് 90, ഇതും 90, അതും ഒരു റെക്റ്റാങ്കിൾ ആണ്. അപ്പൊ ഈ നീളം തന്നെയല്ല ഇതും വരുന്നത്. അതേപോലെ ഈ നീളം തന്നെയാണല്ലോ ഇവിടെയും വരുന്നത്. പിന്നെ D മധ്യബിന്ദു ആയതുകൊണ്ട് ഈ M എന്ന് പറയുന്നത് ACയുടെ മധ്യബിന്ദു ആവുമല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്തെഴുതാം? PAMD ഈസ് എ റെക്റ്റാങ്കിൾ. M എന്നുള്ള പോയിന്റ് ഫിഗറിൽ മാർക്ക് ചെയ്ത് കാണിക്കണം. എന്നിട്ടാണ് PAMD എടുക്കുന്നത്. PAMD ഒരു റെക്റ്റാങ്കിൾ ആയത് എങ്ങനെയാ? ഈ പോയിന്റ് തൊട്ട് മുമ്പത്തെ പോയിന്റ് വഴി പെർപെൻഡിക്കുലർ ആയതുകൊണ്ടാണ്. ഇവിടെയും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രി ആയതുകൊണ്ടാണ് അത് റെക്റ്റാങ്കിൾ ആയത്. പിന്നെ സമാന്തരവുമാണല്ലോ. PD അല്ലെ PS ACക്ക് സമാന്തരമാണ്. അതുകൊണ്ടാണ് ഇത് റെക്റ്റാങ്കിൾ ആയത്. ഇനി റെക്റ്റാങ്കിൾ ആണ്. പിന്നെ ഒരു പോയിന്റും കൂടി എടുക്കണം. D എന്താ? മിഡ് പോയിന്റ് ആണ്. D ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് PS ആണ് അല്ലെ? അതുകൊണ്ട് എന്തെഴുതാം? M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC എന്ന് എഴുതാം. Therefore M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. മനസ്സിലായോ? PAMD ഒരു ചതുരമാണ്. ആ ചതുരമാണ് എങ്ങനെയാ കിട്ടിയത്? ഇത് ലംബമായതുകൊണ്ടാണ് ചതുരമായത്. P 90, ഇവിടെ M ലംബമാണ്. ആ M ഫിഗറിൽ മാർക്ക് ചെയ്ത് കാണിക്കണം. എന്നിട്ടാണ് PAMD ഒരു ചതുരമാണെന്ന് എഴുതുന്നത്. പിന്നെ അതിന്റെ കൂടെ D PS-ന്റെ മധ്യബിന്ദുവാണ്. അപ്പൊ അതിൽ നിന്ന് എന്തെഴുതാം? M AC-യുടെ മധ്യബിന്ദുവാണെന്ന് കിട്ടും. അതേപോലെ തന്നെ M BD-യുടെ മധ്യബിന്ദുവാണെന്ന് എഴുതാമല്ലോ. അതെങ്ങനെ എഴുതും? ഈ ചതുരം തന്നെ എടുത്തോ. ഈ ചതുരം തന്നെ എടുത്ത്, അതായത് PAMD is a rectangle എന്ന് എഴുതുക. എന്നിട്ട് ഏത് വശമാണ്? D അല്ലല്ലോ എഴുതേണ്ടത്, A ആണ്. A is the midpoint of PQ. A എന്ന് പറയുന്നത് PQന്റെ മധ്യബിന്ദുവാണ്. പിന്നെന്താ? PA ഇത് സമാന്തരവുമാണല്ലോ. സമാന്തരമാകുമ്പോ എന്ത് ആയിക്കോളും? M ആരുടെ മധ്യബിന്ദു ആയി? അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്ത് എഴുതാം? ഇപ്പൊ 2 പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. പെർപെൻഡിക്കുലർ ആണെന്നും ബൈസെക്ടർ ആണെന്നും പ്രൂവ് ചെയ്തു. അപ്പോൾ AC and BD are perpendicular bisectors.
ലംബവാന്നും സമഭാജിയാന്നും നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ലാസ്റ്റായിട്ട് എന്തെഴുതാം? എ സിയും ബി ഡിയും ലംബ സമഭാജികളാണ്. ലംബ സമഭാജികളായതുകൊണ്ടാണ് അതൊരു സമഭുജ സാമാന്തരികമായത്, അല്ലെ? റോംബസ് ആയത് അങ്ങനെയാണ്. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്യാം. നാലാമത്തെ ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് ഈച്ച് ഡയഗണൽ ഓഫ് എ റോംബസ് ബൈസെക്ട്സ് ദ ആംഗിൾസ് അറ്റ് ദ വെർട്ടിസസ് ഇറ്റ് ജോയിൻസ്. അതായത് ഏത് സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ അവ യോജിപ്പിക്കുന്ന മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നു എന്ന് തെളിയിക്കണം. ഇവിടെ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. PQRS ആണ് റോംബസ് അഥവാ സമഭുജ സാമാന്തരികം. ഇതിന്റെ വികരണങ്ങളാണ് നീല കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. റോംബസിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത ഓർക്കുക. അതെന്താണ്? ലംബ സമഭാജികളാണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്, അല്ലെ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇത് പെർപെൻഡിക്കുലർ ആണ്. എല്ലാ കോണും, ഈ 4 കോണും 90 ഡിഗ്രി വെച്ചാണ്. പിന്നെ എന്താണ്? ഈ നീളം തന്നെ ആയിരിക്കും ഈ നീളവും. ബൈസെക്റ്റും ചെയ്യുന്നുണ്ട്, മധ്യബിന്ദുവിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതേപോലെ ഈ നീളം തന്നെ ആയിരിക്കും ഈ നീളവും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടത്തെ ഈ മുകളിൽ ഉണ്ടാക്കുന്ന കോണിന്റെ അതേ അളവ് തന്നെ ആയിരിക്കണം താഴെയും കിട്ടേണ്ടത്. അതേപോലെ ഈ കോണിന്റെ അളവ് തന്നെയാണ് ഇതും. പിന്നെ ഇതൊരു റോംബസ് ആണ്. റോംബസിന്റെ എതിർ കോണുകൾ പിയും ആറും തുല്യമാണ്. അത് റോംബസിന്റെ അല്ല സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേകതയാണ്. പിയുടെ അളവും ആറിന്റെ അളവും തുല്യമാണ്. അതേപോലെ QSഉം തുല്യമാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ കോണിന്റെ അളവ്, ഈ കോണിന്റെ അളവും ഈ കോണിന്റെ അളവും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. ഇതും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഈ ഒന്നാമത്തെ ഈ ത്രികോണവും ഈ രണ്ടാമത്തെ ഈ ത്രികോണം, ഈ 2 ട്രയാങ്കിൾസ് എടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഈ 2 ട്രയാങ്കിൾസ് തുല്യമാണോ എന്ന് നമ്മൾ നോക്കും. തുല്യമാകണമെങ്കിലുള്ള കണ്ടീഷൻസ് നമ്മൾ പഠിച്ചതാണ്, അല്ലെ? അപ്പോൾ നമുക്ക് ഈ 2 ത്രികോണങ്ങളുടെ പേരൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് നടുക്കത്തെ പോയിന്റിന് O എന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ POS ആണല്ലോ. അതുപോലെ രണ്ടാമത്തെ ട്രയാങ്കിൾ ROS. ഈ 2 ത്രികോണങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഈ 2 ത്രികോണങ്ങളിൽ തുല്യമായിട്ട് വരുന്ന വശങ്ങൾ ഏതൊക്കെയാണ്? കാരണം ഇതൊരു റോംബസ് ആണ്, സമഭുജ സാമാന്തരികമാണ്. അപ്പൊ PSന്റെ നീളം തന്നെയാണ് RS ആണല്ലോ. PS ഈക്വൽ ടു RS. കാരണം എന്താ? PQRS ഈസ് എ റോംബസ്. നമ്മൾ എടുക്കുന്ന ത്രികോണം POSഉം ത്രികോണം ROSഉം ആണ്. അതിനകത്ത് PSഉം RSഉം തുല്യമാണ്. കാരണം PQRS ഒരു സമഭുജ സാമാന്തരികം ആണ്. ഇനി നമുക്കറിയാവുന്ന എന്താണ്? ഈ വശം POയും ROയും തുല്യമാണ്. കാരണം O എന്ന് പറയുന്നത് PRന്റെ മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. ഇപ്പൊ PO ഈക്വൽ ടു RO എന്ന് എഴുതാവല്ലോ. O ഇസ് ദ മിഡ് പോയിന്റ്. ആ മിഡ് പോയിന്റ് ആയത് എങ്ങനെയാ? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. PO ഈക്വൽ ടു RO. O മധ്യബിന്ദുവാണ്. ഇനി കോണിന്റെ അളവോ? ഈ കോണിന്റെ അളവ് 90 ആണ്, ഇതും 90 ആണ്. കാരണം എന്താ? ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ആംഗിൾ POS ഈ ഇടതുവശത്ത് കിടക്കുന്ന ഈ മാർക്ക് ചെയ്ത ആംഗിളും അത് ഏതിനോട് തുല്യമാണ്? ആംഗിൾ ROSന് തുല്യമാണ്. ROSന് തുല്യമാണ് ഈ കുത്തിട്ടിരിക്കുന്നത്. അത് രണ്ടും 90 ഡിഗ്രിയാണ്. കാരണം എന്താ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. ആംഗിൾ POS ഈക്വൽ ടു ആംഗിൾ ROS ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ലംബ സമഭാജിയാണ്. ലംബം എന്ന് കാണിക്കാനാണ് 90 ഡിഗ്രി ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ 2 ത്രികോണങ്ങളും തുല്യമായല്ലോ. ആംഗിൾ POS ആൻഡ് ആംഗിൾ ROS ആർ ഈക്വൽ ട്രയാങ്കിൾസ്. ത്രികോണം POSഉം ത്രികോണം ROSഉം തുല്യ ത്രികോണങ്ങളാണ്. 90 ഡിഗ്രി എന്നുള്ള സ്റ്റെപ്പിന് പകരം OS ഈക്വൽ ടു OS എന്ന് പറഞ്ഞ് എടുക്കാം. അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ത്രികോണങ്ങളിലെ മൂന്നാമത്തെ വശമാണ് OS. അവ തുല്യമാണ്.
ഈ രണ്ട് ത്രികോണങ്ങൾ തുല്യമായാൽ, ഈ രണ്ട് ട്രയാങ്കിൾസ് തുല്യമായ ഒരു ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾ എന്ന് പറയുമ്പം അതിനെ നോക്കിക്കേ, ഈ കോണും ഈ കോണുമായിട്ട്, ഇത് രണ്ടാമത്തത് ഇത് രണ്ടാമത്തതുമായിട്ട്, ഈ മൂന്നാമത്തത് ഈ മൂന്നാമത്തതുമായിട്ട്, ഇനി ഒന്നാമത്തെ വശം ഒന്നാമത്തെ വശത്തിനോട്, രണ്ടാമത്തെ വശം രണ്ടാമത്തെ വശത്തിനോട്, മൂന്നാമത്തെ വശം മൂന്നാമത്തെ വശത്തിനോട്, ഇങ്ങനെ 6 പെയേഴ്സ്, 6 ജോഡികളുണ്ടാവും. 3 കോണുകൾ തമ്മിൽ തുല്യം, 3 വശങ്ങൾ തമ്മിൽ തുല്യമായിരിക്കും. എങ്ങനെയാണെങ്കിൽ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണെങ്കിൽ. അപ്പൊ ഇവിടെ ഏതൊക്കെ തുല്യമായി? ഒരു കോണ് തുല്യമാണെന്ന് കിട്ടി, ബാക്കി 2 കോണിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഈ 2 കോണുകൾ തുല്യമാവും, കാരണം ഇത് വശങ്ങൾ തുല്യമാണ്, ഈ 2 വശങ്ങളാണ് തുല്യം. അപ്പൊ അതിനിടയിലുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് ആംഗിൾ SPOയും ആംഗിൾ SROയും തുല്യമായിരിക്കും. ക്ലിയർ ആയോ? ആംഗിൾ SPO ഈക്വൽ ടു ആംഗിൾ SRO എന്ന് കിട്ടി. അതേപോലെ ഒരു ത്രികോണത്തിൽ 3 കോണുകളാണ്. ഇപ്പൊ 90 ഡിഗ്രി തുല്യമാണ്, ഇത് തമ്മിൽ നമുക്ക് തുല്യമാണെന്ന് കിട്ടി. ഇനി ഈ 2 കോണുകളുണ്ടല്ലോ, ആ 2 കോണുകളും തുല്യമാണ്. കാരണം ഈ 2 ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളാവുമ്പോൾ ബാക്കി വരുന്ന പാർട്ടുകളും തുല്യമായിരിക്കും. ആംഗിൾ PSO ഈക്വൽ ടു ആംഗിൾ RSO. ഈ കോണാണ്. ഈ കോണിന്റെ പേര് എഴുതുന്നത് അതിന്റെ ഏതെങ്കിലും ഒരു വശത്തും തുടങ്ങുക, RSO. ഈ കോൺ ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗത്തെ അക്ഷരമായ S നടുക്ക് വരണം. മനസ്സിലായോ? ആ രീതിയിലാണ് നമ്മൾ പേരെഴുതേണ്ടത്. അപ്പൊ ആംഗിൾ SPO ഈക്വൽ ടു ആംഗിൾ SRO എന്ന് എഴുതാം. ആംഗിൾ PSO ഈക്വൽ ടു ആംഗിൾ RSO എന്ന് എഴുതാം. അപ്പോൾ ഈ 2 കോണുകൾ തുല്യമാണെന്ന് കിട്ടിയല്ലോ, സമഭാഗം ചെയ്യുന്നതെന്ന് എഴുതാമല്ലോ. അതേപോലെ 2ഉം 3ഉം കൂടെ എടുക്കുക. അപ്പൊ നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണ്ട, സിമിലർലി നിട്ടാൽ മതി. അപ്പൊ സിമിലർലി ഈ 2 കോണുകളും തുല്യമാണെന്ന് കിട്ടും. പിന്നെ 3ഉം 4ഉം കൂടെ എടുത്തു കഴിയുമ്പോഴോ ഈ 2 കോണുകളും തുല്യമാണെന്ന് കിട്ടും. 4ഉം 1ഉം കൂടെ എടുത്തു കഴിയുമ്പോൾ ഈ 2 കോണുകളും തുല്യമാണെന്ന് കിട്ടും. അപ്പൊ ഈ ഒരു പാർട്ട് എഴുതിയിട്ട് സിമിലർലി എന്നെഴുതി, അതേപോലെ മറ്റ് 2 കോണുകളുടെ പേരിട്ട് തുല്യമാണെന്ന് എഴുതി കാണിച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് ആൻസർ ആയിട്ട് എങ്ങനെ എഴുതാം? Diagonals bisect the angles at the vertices it joins എന്ന് എഴുതാം. അല്ലെങ്കിൽ വികരണങ്ങൾ അവ യോജിപ്പിക്കുന്ന മൂലകളിലെ കോണുകളെ സമഭാഗം ചെയ്യുന്നു എന്നെഴുതാം. പേജ് നമ്പർ 112 6ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പടം തന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ വരയ്ക്കണം. അളവുകളൊന്നും തന്നിട്ടില്ല. അതായത് ആ പിക്ചർ ഇതുപോലെയാണല്ലോ ഇരിക്കുന്നത്. ഇവിടെ ഒരേ വലിപ്പമാണ് ഈ ഓരോ റോംബസിനും. സമഭുജ സാമാന്തരികമാണ്. അപ്പൊ സമഭുജ സാമാന്തരികം എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ ഓർത്തോണം ലംബ സമഭാജികൾ അഥവാ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം, വരയ്ക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് ചെയ്യും. അപ്പൊ അതിങ്ങനെ സ്കെയിൽ വെച്ച് നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു സ്ട്രെയിറ്റ് ലൈനാ അല്ലേ? ആണല്ലോ. ഇനി ഇതിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ ഇതാ ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും കിട്ടുമല്ലോ. ഇപ്പൊ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് നമ്മൾ വരച്ചു. ഇനി നമുക്ക് ഇതിനെ അളവുകളും കൂടെ വേണമല്ലോ. അളവുകൾ എന്ന് പറഞ്ഞാൽ ഈ അളവ് എത്രയാണോ അത് തന്നെയാണ് ഇത്, അത് തന്നെയാണ് ഇത് അല്ലെ. പിന്നെ ഇതിനെ ഒന്നും കൂടെ മുറിച്ചു, കാരണം ഈ നടുക്കത്തിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ ഈ അളവ് എത്ര എടുത്തോ അത് തന്നെ ആയിരിക്കുമല്ലോ ഈ മിഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. അപ്പൊ എത്ര ഭാഗമായിട്ട് ഓരോ വശത്തേക്കും എത്ര ഭാഗങ്ങൾ വീതം ഉണ്ടെന്ന് നോക്കിക്കേ. ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു ഭാഗം, രണ്ടാമത്തെ ഭാഗം ഇവിടം തൊട്ട് ഇത്രയും, മൂന്നാമത്തെ ഭാഗം ഇത്രയും അല്ലെ. അപ്പൊ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇത് ഒരു ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം. അതുപോലെ ഇവിടെ 1 2 3, ഇങ്ങോട്ട് 1 2 3 ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അളവൊന്നും തന്നിട്ടില്ലാത്തത് കൊണ്ട് ആകെ എത്ര ഇതെടുക്കണം? ടോട്ടൽ 3 ഫിഗർ വെച്ചാണ് നേരെയും ലംബമായിട്ടും ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഇവിടെ ഒരു 6 സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ 6 12 18 18 സെന്റിമീറ്റർ നമുക്ക് നീളത്തിൽ വരയ്ക്കണം.
അപ്പോൾ നമുക്ക് അത്ര വലിയ സ്കെയില് എല്ലാവരുടെയും കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുറയ്ക്കാം. ഇവിടെ ഒരു 4 എടുത്തു കഴിഞ്ഞാൽ 4, 8, 12 ഒക്കെ ആണല്ലോ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടും വരയ്ക്കുക. അതിൻ്റെ ലംബ സമഭാജി വരച്ച് അതിലും 12 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അത് നമുക്ക് അടയാളപ്പെടുത്തുന്ന അറിയാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ 3 ഈക്വൽ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് ഈ ഓരോ റോംബസും ഓരോ സമഭുജ സാമാന്തരിയും നമ്മളങ്ങ് ജോയിൻ ചെയ്താൽ മതി. എളുപ്പമാണ്. അപ്പോൾ നമുക്കത് ചെയ്യാം. ആദ്യം നമുക്ക് 12 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അതിൻ്റെ ലംബ സമഭാജി വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ പകുതി കൂടുതൽ എടുത്ത് വേണം. കോമ്പസിൻ്റെ അളവ് മാറ്റരുത്. ഇനി ഇവിടെ 12 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ വേണ്ടത്. അപ്പോൾ മുകളിലോട്ട് 6, താഴോട്ട് 6 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ഇനി നമുക്ക് ഇതിനെ എത്രയായിട്ട് മുറിക്കണം? 3 ആക്കി മുകളിലോട്ടും ഓരോ വശത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും മുകളിലോട്ടും താഴോട്ടും 3 ആക്കി മുറിക്കണം. 3 ആക്കി മുറിക്കുമ്പോൾ 2, 4, 6 അല്ലെ, ഓരോന്ന് 2 സെൻറ്റിമീറ്റർ വെച്ച് വേണം. കോമ്പസ് കൊണ്ട് വേണമെങ്കിൽ എടുത്ത് മാർക്ക് ചെയ്യാം, ഇല്ലാതെ സ്കെയിൽ കൊണ്ട് ഡയറക്റ്റ് ആണെങ്കിലും മാർക്ക് ചെയ്താൽ മതി. കോമ്പസിൽ 2 എടുത്തു. ഇന്ന് അടുക്കത്തെ ഒരെണ്ണം കിട്ടി. ഇനി ഇവിടെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടത്തെ പോയിന്റും ഇവിടത്തെ പോയിന്റും കിട്ടണം അല്ലെ. അതുപോലെ ഇവിടെയും മുകളിലും താഴെയും പോയിന്റ്സ് ഉണ്ടാവണം. ഇവിടെ ഇടതും വലതും ഉണ്ടാവണം. ഇവിടെ മുകളിലും താഴെയും പോയിന്റ്സ് വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവിടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ പകുതി കൂടുതൽ എടുക്കുക. മുകളിലും താഴെയും ആർക്ക് വരച്ച് 2 സെൻറ്റിമീറ്റർ അവിടെയും ജോയിൻ ചെയ്യാം. കോമ്പസിൽ എടുക്കണമെന്നില്ല, കറക്റ്റ് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ടത് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം. ഇപ്പം നമ്മുടെ ചിത്രം ലഭിച്ചിട്ടുണ്ട്. എല്ലാം റോംബസ് ആണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലായിടത്തും വരയ്ക്കണം. വരച്ച് 2 സെൻറ്റിമീറ്റർ എടുത്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ.